കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഒരു ബിഗിനർ ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബിഗിനർ ട്രേഡർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഒരു ബിഗിനർ ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേണി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ മേ ബി യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ആളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ മേ ബി നിങ്ങൾ കേട്ടത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കാം നമ്മൾ പറയുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഒരു ബിഗിനർ ട്രേഡർക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, എന്താണ് ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൺസോൾട്ടേഷൻ ഫേസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പോയിന്റിൽ എൻഡ് എടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡർ എന്നതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഐഡൻറ്റിഫൈ ദ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? ഒരു ട്രെൻഡ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. കാരണം ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ട്രേഡിങ്ങിൽ നമ്മൾ മുന്നേയും പറഞ്ഞിട്ട് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. അതായത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഇൻസൈഡ് ബാർ സ്ട്രാറ്റജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ട്രെൻഡ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ബൈ എൻട്രി ആണ്. മാർക്കറ്റ് താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു സെൽ എൻട്രി ആണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ മാർക്കറ്റിൽ വർക്കൗട്ട് ചെയ്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഉദാഹരണത്തിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ യൂറോ JPY ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് റീസെൻ്റ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ബുള്ളിഷിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ഓവറോൾ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ബുള്ളിഷിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബുള്ളിഷ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിതിൽ ബൈ എൻട്രി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ 2 ടൈം ഫ്രെയിമുകളായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എൻട്രികൾ പുഷ് ചെയ്യുക. അതായത് ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ എൻട്രി വരുന്നത് മറ്റൊരു ലോ ടൈം ഫ്രെയിമിലായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് 4 അവർ ടൈം ഫ്രെയിമിലാണ് എന്ത് ചെയ്യേണ്ടത്, അതായത് 4 അവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ട്രെൻഡ് എന്താണ്, മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് എൻട്രിയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ബൈ എൻട്രികൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബൈ എൻട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ക്യാൻഡലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റൊരു ക്യാൻഡിൽസിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കൂ, ഈ റെഡ് ക്യാൻഡിൽസ് കണ്ടോ? ഈ റെഡ് ക്യാൻഡിൽസിൻ്റെ ഹൈ പ്രൈസ് നമ്മൾ ഇടുക, അതേപോലെ തന്നെ ഈ റെഡ് ക്യാൻഡിൽസിൻ്റെ എന്ത് ചെയ്യുക, ലോ പ്രൈസ് നമ്മൾ വിക്സ് ആണെങ്കിൽ ലോ പ്രൈസ് എന്ത് ചെയ്യുക, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഏരിയ നോക്കുന്ന സമയത്ത് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഉള്ളിൽ അതായത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽസിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് ഇനി ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കുന്ന സമയത്ത് ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, മൂവ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 50 മിനിറ്റ്സിലോട്ടാണ് പോകേണ്ടത്. കണ്ടോ? ഈ 50 മിനിറ്റ്സിൽ ഈ ഏരിയയിലാണ് മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഈ ലോയിനെയോ ഹൈനെയോ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തോ. യെസ്, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ബ്രേക്കിംഗ് ഇവിടെ സംഭവിച്ചു അല്ലേ? അതായത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആവണം എന്ത് ചെയ്യണം, ഈ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൈ എൻട്രി പുഷ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈനെ ബ്രേക്ക് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബയേഴ്സിൻ്റെ പ്രസൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ബൈ എൻട്രി ആണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻട്രി പുഷ് ചെയ്യും. ഉദാഹരണത്തിന് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഉടനെ നമ്മൾ എൻട്രി പുഷ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ ക്യാൻഡിൽസിൻ്റെ അടിയിലോട്ട് വെക്കും. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ, 1:2 ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു എൻട്രി കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഗ്രീൻ ക്യാൻഡിൽസിന് കണ്ടോ, 4 അവറിൽ ഈ റെഡ് ക്യാൻഡിൽസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഹൈൻ്റെയും ലോയിനെയും ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്ന പാടുപെട്ട് കിടക്കുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽസിനെ കണ്ടോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, ഇനി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യണം, ഈ ലോ പോയിന്റിനെ ഹൈ പോയിന്റിനെ എന്ത് ചെയ്യണം, ലോ പോയിന്റിനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഫസ്റ്റ് ഒരു ബ്രേക്കിംഗ് വന്ന എവിടെയാണിതാ, ഈ ക്യാൻഡിലാണ് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഹൈ പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മളിവിടെ ഏത് എൻട്രി പുഷ് ചെയ്യും, ഒരു ബൈ എൻട്രി എന്ത് ചെയ്യും, പുഷ് ചെയ്യും. ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. നമ്മളൊരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ടാവുക.
ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, ഏകദേശം എന്ത് ചെയ്തു, 1:2 എന്ത് ചെയ്തു, റിസ്ക് റിവാർഡ് റേഷ്യോ. ഇങ്ങനെയാണ് ഒരു ബൈ എൻട്രി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെൽ എൻട്രി നോക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GBBS നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് എന്ത് ട്രെൻഡാണ് നമുക്ക് കാണുന്നത്, ഡൗൺ ട്രെൻഡാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സെൽ എൻട്രികളാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യണം. അപ്പോൾ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ടുകൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ കിട്ടണം, എന്നാൽ മാത്രമേ അതിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഇവിടെ നിന്ന് നോക്കി, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽസിന് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഒരു ബോഡി ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് ഇതുവരെ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ടോ, ഇവിടെയാണ് ആ ബ്രേക്കിംഗ് വരുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 4 ഹവറിന് ഏത് ടൈം ഫ്രെയിമിലോട്ട് ഇടണം, നമ്മൾ 50 മിനിറ്റ്സിലോട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യണം. ഈ 50 മിനിറ്റ്സിലോട്ട് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് മുകളിലോട്ട് ഒരു ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്, പക്ഷേ അതൊരു വിക്ക് ബ്രേക്കിംഗ് ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ബ്രേക്കിംഗ് അല്ല. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ബ്രേക്കിംഗ് കിട്ടിയിട്ടുള്ളത് ഇവിടെയാണ്, സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ബോഡി ബ്രേക്കിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബോഡി ബ്രേക്കിംഗ് കിട്ടിയിട്ടുള്ളത് എവിടെയാണ്, ഇവിടെയാണ് എന്ത് നല്ലൊരു ബോഡി ബ്രേക്കിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനാരിയോസിൽ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ സിങ് ഹൈൻ്റെ മുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാം. അല്ലാതെ ലാസ്റ്റ് ക്ലോസ് ചെയ്ത ക്യാൻഡിൽസ് മുകളിലോട്ടും പ്ലോട്ട് ചെയ്യാം. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സിങ് ലോ ഏരിയകളോ സിങ് ഹൈയോ ഏരിയകൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതിന് താഴെ ഫോക്കസ് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആ ക്യാൻഡിൽസിൻ്റെ അടിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. ഇത് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ആയിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം ക്യാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് മാർക്കറ്റ് കൺസോളിഡേഷൻ ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യില്ല, സിംഗ് ലോയിൽ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ക്യാച്ച് ആയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം ടാർഗറ്റ് അടിക്കുമോ എന്നുള്ളത്. ജസ്റ്റ് ഇപ്പോൾ ബ്രേക്കുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. എസ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് കിടന്ന് കളിക്കുന്നത്. എസ് മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷൻ ഫേസിലാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ട്. നമ്മൾ TP അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്ട്രാറ്റജിയാണ് ഇൻസൈഡ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി എന്ന് പറയാം. ഇനി കുറച്ചും കൂടി ഞാൻ വേറെ എക്സാമ്പിൾസ് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഇനി ലൈക്ക് കുറച്ചുകൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇപ്പോൾ ഈ ഏരിയ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയകളിൽ മാർക്കറ്റ് ഓവറോൾ എന്ത് ട്രെൻഡാണ് കാണിച്ചത്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് മാർക്കറ്റ് ഓവറോൾ കാണിച്ചത്. അപ്പോൾ ബൈനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രേക്കൗട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ബൈനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രേക്കൗട്ടുകളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ലൈക്ക് ഇവിടെ നോക്കി, ഈ ഒരു റെഡ് ക്യാൻഡിൽസിന് മുകളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മാർക്കറ്റിന് കുറേ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബ്രേക്ക്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോഡി ബ്രേക്ക് ചെയ്യുന്നത് 4 ഹവറിൽ നമ്മൾ ഇട്ടു, നേരെ ഇതിലോട്ട് ഇടുക, 50 മിനിറ്റ്സിലോട്ട് പ്ലോട്ട് ചെയ്യുക. 50 മിനിറ്റ്സിലോട്ട് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബോഡി ബ്രേക്കിംഗ് വരുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ബോഡി ബ്രേക്ക് വരുന്നത് ഇവിടെയാണ് എന്ത് ചെയ്ത് ഫസ്റ്റ് ഒരു ബോഡി ബ്രേക്ക് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് ബോഡി ബ്രേക്ക് വരുന്നത് ഇവിടെയാണ്. നമ്മൾ ഈ സിംഗ് ലോ, ഇവിടെ ഒരു ലോ കണ്ടില്ല, ഇതിനടിയിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് ആയിട്ടുണ്ട്, ഇവിടുന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് ഇത്രയും സമയം വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിമാണ് 1 ഹവർ ടു 5 മിനിറ്റ് നോക്കാം. അതായത് 1 ഹവറിൽ നോക്കുക, 1 ഹവറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് 1 ഹവറിൽ ട്രെൻഡ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ലാസ്റ്റ് റീസെൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പോൾ ഇവിടെ ബൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസൈഡ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ഇവിടെ നോക്കുന്ന സമയത്ത് ബൈനെ സപ്പോർട്ട് ചെയ്യുന്ന എൻട്രികൾ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺസോൾട്ടേഷൻ ഫേസിന് മാർക്കറ്റ് അധികം എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യും, ഏരിയകൾ എന്ത് ചെയ്ത് പ്ലോട്ട് ചെയ്തു, ഹൈയും ലോയും എന്ത് ചെയ്തു, മാർക്കറ്റ് പ്ലോട്ട് ചെയ്തു. നമ്മൾ 1 ഹവറിന് നേരെ ഇതിലോട്ട് ഇടുക, 5 മിനിറ്റിലോട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ എന്ത് പറയുന്ന ഒരു ഹൈ ഏരിയ എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യാൻഡിൽ ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, എൻഡുകൾ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഈ സ്വിംഗ് ലോങ് എന്ന് പറയുന്നത് ഇതാണ് സിംഗ് ലോ അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പ്ലോട്ട് ചെയ്തു. ഏകദേശം 1:2 എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇനി കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ വേറെ 1 ഹവറിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലൈക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ഏരിയയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസൈഡ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ് കിട്ടുന്ന ഏരിയകളുണ്ട്. ലൈക്ക് ഇവിടെ നോക്കി, അതായത് ഈ റെഡ് ക്യാൻഡിൽസ് എന്ത് ചെയ്യാൻ ഹൈയും ലോയും എന്ത് ചെയ്തു, നമ്മൾ പ്ലോട്ട് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ചായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലോട്ട് ഇടുക, 5 മിനിറ്റിലോട്ട് ഇടുക. 5 മിനിറ്റിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ബ്രേക്കൗട്ട് വരുന്നത് എവിടെയാണ്, ഫസ്റ്റ് ഒരു ബ്രേക്കൗട്ട് വരുന്നത് ഇവിടെയാണ്. ഫസ്റ്റ് ഒരു ബ്രേക്കൗട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്തു,
ഇവിടുന്ന് എന്ത് ചെയ്തു, എൻഡുകൾ പുഷ് ചെയ്തു. നമ്മൾ ഏകദേശം എൻഡുകൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഈ സിംഗിൾ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 എന്തായിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്തായാലും ക്യാച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2 ദിവസം കൊണ്ടാണ് നമ്മൾ TP ഹിറ്റ് ആയിട്ടുള്ളത്. ഇത് ടൈം ഫ്രെയിമിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് 50 മിനിറ്റ്സിലാണ് നിങ്ങളിത് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നോക്കേണ്ടത്, നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡിംഗ് ഷോർട്ട് ടൈം ഫ്രെയിമിലാണ് ഫോക്കസ് ചെയ്യുന്നത് 15 മിനിറ്റിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളിത് പ്ലോട്ട് ചെയ്യേണ്ടത്. അതായത് 15 മിനിറ്റിൽ എന്ത് ചെയ്യാൻ നോക്കുക, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ട്രെൻഡിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി നമ്മൾ ബാക്കിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഡൗൺ ട്രെൻഡിലാണ് 50 മിനിറ്റ്സിൽ അല്ലേ. അപ്പോൾ 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ടുകൾ കിട്ടിയിട്ടുള്ള നല്ല ഏരിയകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 15 മിനിറ്റിലുള്ള നല്ലൊരു ബ്രേക്ക് ഔട്ടുകൾ എവിടെയാണ് നിങ്ങൾക്ക് സെല്ലിന്, കാരണം ട്രെൻഡ് എന്താണ്, ഒരു സെൽ ട്രെൻഡാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഹൈനെയും ലോയിനെയും കുറച്ചായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യണം, കിടന്ന് ഇങ്ങനെ കളിക്കുന്നൊരു ഇതിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ജസ്റ്റ് പ്ലോട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, നേരെ 50 മിനിറ്റ്സിലാകുമ്പോൾ 1 മിനിറ്റിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. ഇനി മാർക്കറ്റ് ഇതിൻ്റെ ഹൈനെ ലോയിനെ ബ്രേക്ക് ചെയ്യാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഉടനെ എന്ത് ചെയ്യും, എൻഡുകൾ പുഷ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ സിംഗ്ലോൻ്റെ മുകൾക്ക് വെക്കും. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യും, നമ്മൾ ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് ഈ ഏരിയയിലോട്ടാവും. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ടാർഗറ്റ് അടിച്ചിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തിട്ട് SL ഇറ്റ്സ് നോട്ട് ഹിറ്റഡ്, SL എന്തായിട്ടില്ല, ഹിറ്റ് ആയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്തൊക്കെ മാർക്കറ്റ് എന്ത് റിയാക്ഷനാണ് തന്നതെന്നുള്ളത്. മാർക്കറ്റ് ഡെഫിനറ്റ്ലി എന്തടിച്ചിട്ടുണ്ട്, SL അടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട, SL ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം. ഒരിക്കലും എല്ലാം എന്താവില്ല, മാർക്കറ്റിൽ വർക്കൗട്ട് ആവില്ല. നമുക്ക് വേറെ കുറച്ചുകൂടി എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി 50 മിനിറ്റ്സിൽ തന്നെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ലൈക്ക് ഇവിടെ ഡൗൺ ട്രെൻഡിലോട്ടാണ് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കണ്ടോ, അതായത് കുറച്ചായിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മാർക്കറ്റിന് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഈ ഏരിയ കണ്ടോ നിങ്ങൾ, അതായത് മാർക്കറ്റ് ഈ ഏരിയ തന്നെ കിടന്ന് കളിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഏരിയ പ്ലോട്ട് ചെയ്തു. ജസ്റ്റ് ഈ ഏരിയ എന്ത് ചെയ്തു, നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി ഏത് ടൈം ഫ്രെയിമിലോട്ട് ഇടണം, 1 മിനിറ്റിലോട്ട് പ്ലോട്ട് ചെയ്യുന്നു. 1 മിനിറ്റിലോട്ട് മാർക്കറ്റ് എന്ത് മൂവ്മെൻ്റ് ആണ് തരുന്നത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരു സിങ് ഹൈ ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം. നമ്മൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് എന്ത് റിയാക്ഷനാണ് തരുന്നത്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് കാരണം ഐ തിങ്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് നിങ്ങൾക്ക് കാണാം. കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം രാവിലെ പുലർച്ചെ ഒരു 3:22 ആയതുകൊണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് കുറവാണ്. ഡെഫിനറ്റ്ലി മാർക്കറ്റ് എന്ത് കൺസോൾട്ടേഷനിലായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് എസ് TP ആയിട്ടില്ല, STP അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്കാൽപ്പിംഗ് മെത്തേഡ് ആയിട്ട് മാത്രമേ ഈ 50 to 1 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇൻസൈഡ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്ന് എന്ത് ചെയ്യുന്നത്, ഫോക്കസ്. അപ്പോൾ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 15 മിനിറ്റിൽ നിങ്ങൾ ആദ്യം ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് 15 മിനിറ്റിൽ ഹൈയും ലോയും പ്ലോട്ട് ചെയ്തിട്ട് 1 മിനിറ്റിലോട്ടാണ് എന്ത് ബ്രേക്ക് ഔട്ടുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അതല്ല 1 ഹവറിലാണ് നിങ്ങൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു സ്വിംഗ് ട്രേഡർ ആണ്, കുറച്ചുകൂടി ഒരു പൊസിഷൻ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് 1 ഹവറിൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 5 മിനിറ്റിലോട്ടാണ് എന്ത് ബ്രേക്ക് ഔട്ടുകൾ നിങ്ങൾ എന്തിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി കുറച്ചുകൂടി ലോങ് ഹോൾഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 4 ഹവറിലാണ് എന്ത് ചെയ്യേണ്ടത്, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിലാണ് ഹൈയും ലോയും പ്ലോട്ട് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ബ്രേക്ക് ഔട്ടുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജസ്റ്റ് ഒരു ബിഗിനേഴ്സിന് പറ്റിയ സ്ട്രാറ്റജി മാത്രമാണ്. നിങ്ങളൊരു ബിഗിനർ ട്രേഡറാണ്, എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബേസിക് സ്ട്രാറ്റജി മാത്രമാണിത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ട്രാറ്റജി മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും പുതിയ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാനൽസിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ഈ ചാനൽസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.